ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോത്സ്യൻ വിജയൻകുട്ടു. ഇപ്പോൾ ഇവിടെ പറയുന്നത് 1200 ആണ്ടിലത്തെ വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത്. വിഷുഫലം വരുന്നത് ഈ വർഷത്തിൽ 1200 ആണ്ട്, അതായത് 2025. മീനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയും ഇടവം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴവും ആണ് പ്രധാനപ്പെട്ടതായി പറയുന്നത്. മേടമാസം 1-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 17-ാം തീയതി, മേടമാസം 1-ാം തീയതി ഉദയാൽ പൂർവം, ഉദയത്തിന് മുമ്പ് 7 നാഴികയും 17 വിനാഴികയുമാണ്. അതായത് 2025 ഏപ്രിൽ 14 ഇന്ത്യൻ സമയം 3 മണി 23 മിനിറ്റിന് ചോതി നക്ഷത്രത്തിലാണ് സംക്രമം വന്നിരിക്കുന്നത്. ചോതി നക്ഷത്രവും തുലാപൂറും കൃഷ്ണപക്ഷ പ്രഥമയിൽ വെളുത്ത വാവിന് ശേഷം ആദ്യത്തെ ദിവസമായിട്ടുള്ള വെളുത്ത വാവിന് ശേഷം വരുന്ന പ്രഥമ പാദത്തിലും പ്രഥമ തീയതിയിലും വരാഹ കരണവും. അന്നത്തെ ദിവസം വജ്രനാമ നിത്യയോഗം കൂടിയ സമയത്ത് കുംഭ ഉദയരാശി പറയുമ്പോൾ ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയും. ഉദയരാശി അല്ലെങ്കിൽ ഉദയ ലഗ്നം എന്ന് പറയും. ഉദയ ലഗ്നം ഒരു കുട്ടി ജനിക്കുന്ന പോലെ തന്നെയാണ് ഈ രവിസംക്രമവും മേടമാസത്തിൽ രവിസംക്രമത്തിൻ്റെ നമ്മൾ കണക്കാക്കുന്നത്. കുംഭലഗ്ന സമുച്ചയത്തിൽ മേഷ രവി സംക്രമം എന്നാണ് പറയുന്നത്. മേഷ രവി സംക്രമം എന്ന് വെച്ച് പറഞ്ഞാൽ മേടം രാശിയിലേക്ക് തന്നെ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെയാണ് സംക്രമം എന്ന് പറയുന്നത്. അപ്പോൾ സംക്രമം എന്ന് പറയുമ്പോൾ രാശിയിൽ പ്രവേശിക്കുന്നതിനാണ് സംക്രമം. പക്ഷേ മേട രവി സംക്രമം, മേടമാസത്തിലുള്ള സംക്രമത്തിന് പ്രത്യേകമായിട്ടുള്ള എഴുതേണ്ട. കാരണം മേടമാസത്തിലാണ് സൂര്യൻ ഉച്ചസ്ഥിതിയിൽ എത്തുന്നത് മേടം രാശിയിൽ വരുമ്പോൾ. അത് കാരണം കൊണ്ട് തന്നെയാണ് ആ ദിവസം വിഷുവായിട്ട് എടുക്കുന്നതും. വർഷ ആരംഭം എന്ന് പറയുന്നത് പണ്ട് കാലത്തെല്ലാം വർഷാരംഭം മേടമാസം തൊട്ടായിരുന്നു, പിന്നീട് ചിങ്ങമാസമായി. അപ്പം അങ്ങനെയുള്ള സംക്രമ സമയത്ത് ഉദയലഗ്നം കുംഭലഗ്നം എന്ന സമയത്ത് നമ്മൾക്ക് ആ സമയത്ത് ഒരു കുട്ടി ജനിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന ഒരു സ്ഥിതി വിശേഷത്തെ പോലെയാണ് നമ്മൾ ഈ സംക്രമത്തിന് കാണുക. ആ സംക്രമം നടക്കുന്ന സമയത്ത് ഉദയലഗ്നം കുംഭലഗ്നമാണ്. ഈ കുംഭലഗ്നത്തിന്റെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയും രാഹുവും ശുക്രനും ബുധനും ആണ് രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ൽ സൂര്യൻ, 4-ാം ഭാവത്തിൽ വ്യാഴം, 6-ൽ കുജൻ അതായത് ചൊവ്വ, 8-ൽ അതായത് അഷ്ടമത്തിൽ കേതു, അതുപോലെ തന്നെ 9-ാം ഭാവത്തിൽ തുലാക്കൂറിൽ ചന്ദ്രൻ, അതായത് തുലാക്കൂറിലാണ് വന്നിരിക്കുന്നത്. അത് കാരണം ചന്ദ്രൻ അവിടേക്കുള്ളൂ. 10-ൽ ഗുളിയനും 11-ഉം 12-ഉം ശൂന്യമാണ്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സംക്രമ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയെ പറ്റി പറയുകയാണെങ്കിലും പ്രപഞ്ചത്തെ പറ്റി പറയുകയാണെങ്കിലും വ്യാഴം 4-ൽ ദൈവാനുഗ്രഹത്തോടുകൂടി നിൽക്കുന്ന ഒരു സംക്രമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് കാരണം ജനങ്ങളെ ഭരിക്കുന്ന നാട്ടിനെ ഭരിക്കുന്ന രാജാക്കന്മാർക്കും അല്ലെങ്കിൽ മന്ത്രിമാർക്കാണെങ്കിലും ഗുണനിലവാരം ഉണ്ടാവും, ധനധാന്യ സമൃദ്ധി ഉണ്ടാവും, ഭരണം നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റും, അന്യരാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാകാൻ പറ്റും, ഒരുപാട് വികസനങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. പങ്കാളികൾക്ക് എല്ലാവിധ സഹകരണങ്ങളും കിട്ടുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ 4 ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ബുധനും ശുക്രനും ശനിയും രാഹുവും. അപ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം, കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയൊക്കെ കാരകനായിട്ടുള്ള ഗ്രഹം 4-ാം ഭാവം നിൽക്കുന്ന കാരണം ഉചിതപരമായിട്ടുള്ള ഇതാണ് പറഞ്ഞത്. 3-ൽ സൂര്യനാണ് നിൽക്കുന്നത്. അത് സൂര്യൻ 3-ാം ഭാവത്തിൽ സഹായസ്ഥാനം നിൽക്കുന്നത് നല്ലതാണ്. 6-ാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. യുദ്ധകലഹങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകളും ശത്രു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധകലഹങ്ങളെല്ലാം ഉണ്ടാകാൻ സാഹചര്യങ്ങളും ഇതര രാജ്യങ്ങളായിട്ട് ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകാൻ രാജ്യത്ത് നടക്കും. രാജ്യം പറഞ്ഞാൽ നമ്മുടെ
എല്ലാ രാജ്യത്തും, ഇന്ത്യ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലായിട്ടുള്ള സഹകരണങ്ങളുണ്ടാവും. ഭൂമി കാരകനും കൂടിയായിട്ടുള്ള ചൊവ്വ 6ാം ഭാവത്തിൽ മാറി നിൽക്കുന്നത്. അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള ഭൂമി കുലുക്കങ്ങൾ, പ്രകൃതി വിസ്മയങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ചൊവ്വ 6ാം ഭാവത്തിൽ വിഘ്നസ്ഥാനം, രോഗസ്ഥാനം, ശത്രുസ്ഥാനം, നാശസ്ഥാനം എന്നൊക്കെ പറയുന്ന 6ാം ഭാവത്തിൽ നിൽക്കുന്നത് ഭൂമി കാരകനായിട്ടുള്ള ചൊവ്വയാണ്. അപ്പോൾ ഭൂമിക്ക് ചലനങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. മഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിതമായിട്ടുള്ള മഴയാണ് കിട്ടുവാനുള്ള സാധ്യത കാണുന്നത്. മിത പറഞ്ഞാൽ അമിത മഴ പറഞ്ഞാൽ ഒരുപാട് മഴയ്ക്കുള്ള സാധ്യതകൾ കുറവായിട്ട് കാണുന്നുണ്ട്. എന്നാലും മഴയുണ്ടാവും. ആവശ്യാനുസരണം മഴ. തുലാക്കൂറലായ കാരണം അളന്നു തൂക്കിയിട്ടുള്ള ശരാശരി കിട്ടേണ്ട അളവ് ശരിക്കുള്ള മഴകൾ അതാത് സമയത്ത് പറഞ്ഞാൽ കാലവർഷത്തിന്റെ സമയത്തും അതുപോലെ ഉണ്ടാവും. അങ്ങനെ വലിയ സമയങ്ങളിൽ മിതമായി കിട്ടാനുള്ള സാധനം. ലഗ്നം കുംഭലഗ്നമായ കാരണം തന്നെ ലഗ്നാധിപൻ വ്യയസ്ഥാനം എടുത്ത് 2ാം ഭാവത്ത് നിൽക്കുകയാണ്. അപ്പോൾ ധനം ഒരുപാട് കിട്ടുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെലവും ഒരുപാട് വരുവാനുള്ള സാധ്യതകളെല്ലാം ഈ ലഗ്നത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ മേടരവി സംക്രമം വിഷുഫലത്തിൽ വന്ന് നോക്കുമ്പോൾ സമയത്ത് പൊതുവെ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള സംഭവത്തിന് കാരണം ഭൂമി സംബന്ധമായ കുറച്ച് ദോഷങ്ങൾ വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് നക്ഷത്ര കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ പലവിധ പാദരവലിലും അല്ലെങ്കിൽ അതിശൂലം, മധ്യശൂലം അങ്ങനെയുള്ളതുപോലെ ദേവതാ ഫലങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ചോതി നക്ഷത്രത്തിലാണ് വിഷഫലം വന്നിരിക്കുന്നത്. അതിൻ്റെ അനുരഞ്ജന നക്ഷത്രം എന്ന് പറയുന്നത് ചതയവും തിരുവാതിരയാണ്. അപ്പോൾ ചതയത്തിൻ്റെ തൊട്ട ഇപ്പുറത്തെയും അപ്പുറത്തെയും, ചതയത്തിൻ്റെ ഇപ്പുറത്ത് തൊട്ട അവിട്ടമാണ്. അവിട്ടം, ചതയം, പോരോട്ടാതി, തൊട്ട നക്ഷത്രം പോരോട്ടാതി. അവിട്ടം, ചതയം, പോരോട്ടാതിക്ക് മധ്യസൂലത്തിൽ പെടുന്നതാണ്. ഇവർക്കും ദോഷം സാധിക്കുന്നു. പക്ഷേ 6 മാസ കാലയളവിലായിരിക്കും, ഒരു വർഷത്തിൻ്റെ പകുതി 6 മാസ കാലയളവിലായിരിക്കും ഉണ്ടാവുക. അതിനാൽ വന്നിട്ട് ഇവർക്കും പരിഹാരങ്ങൾ ചെയ്യുവാനുണ്ട്. മാസത്തിൻ്റെ മലയാള മാസത്തിൻ്റെ 1ാം തീയതിയോ അല്ലെങ്കിൽ 1ാം തീയതി പറ്റാത്തവർ 5ാം തീയതിക്കുള്ളിൽ മഹാദേവന്, അതായത് സൂര്യനായ കാരണം സൂര്യരവി സംക്രമമായാണ് സൂര്യൻ മഹാദേവനായിട്ടും ശിവനായിട്ടും കണക്കാക്കിക്കൊണ്ട് തന്നെ എണ്ണവിളക്ക്, ജലധാര, കൂവളമാല, പായസ വഴിപാട്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ മഹാദേവനും പ്രപഞ്ചത്തിൻ്റെ കാരകനായിട്ടുള്ള മഹാവിഷ്ണുവിന് വസ്ത്രമായിട്ട് മഞ്ഞപ്പട്ടും, ഹാരമായിട്ട് തുളസിമാലയും, ഭക്ഷണമായിട്ട് പാൽപ്പായസവും മാസത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സമയത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിട്ട് വരും. അതുപോലെ തന്നെ ഭഗവതിക്ക് ഇഷ്ടവഴി ഭക്ഷണമായിട്ടുള്ള അല്ലെങ്കിൽ നിവേദ്യമായിട്ടുള്ള മഹാനിവേദ്യം, അതായത് കഠിന പായസം, മാല, അത് തെച്ചിമാലയാണെങ്കിൽ ഉത്തമമായി മാല, അതുപോലെ തന്നെ ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തി വരുന്നത് വർഷം ഈ ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. ഇവർ മധ്യസൂലത്തിലാണ് പഠിക്കുന്നത്. ആദിസൂലം, മധ്യസൂലം, അന്ത്യസൂലം എന്നാണ് പറയുന്നത്. മധ്യസൂലത്താണ് പഠിക്കുന്നത്. അവർക്ക് ഈ വഴിപാട് ചെയ്ത് കഴിഞ്ഞ് ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.